ഹലോ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു പാറ്റേൺ നോക്കാൻ പോവാണ്. ഓൾറെഡി നമ്മൾ 20+ പാറ്റേൺസ് നോക്കിയിട്ടുണ്ട്, കവർ ചെയ്ത് വന്നാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നോക്കാൻ കാരണം ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇന്ന് ഈവനിങ് ഒരു ബ്രോ എന്ത് ചെയ്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അതിൽ ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഞാൻ എക്സാക്റ്റ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കിയപ്പോൾ ഈ ഒരു രീതിയിലാണ് പാറ്റേൺസ് വന്നിട്ടുള്ളത്. എങ്ങനെ 3 മുതൽ 30 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയി കൊടുക്കുക. അതായത് 3ൽ കൂടി എന്ത് ചെയ്യുക, 3 കൂട്ടിയിട്ട് 6, 9, 12, 15 അങ്ങനെ ഇൻക്രിമെൻ്റ് ആയി പോകുന്നു 30 വരെ. അതിന് ശേഷം എന്ത് ചെയ്തിട്ടുള്ളതാണ്, 70 എന്ന് പറയുന്ന ഒരു വാല്യൂ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ലൈനിൽ. അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, 7 എന്ന് പറയുന്ന ഒരു വാല്യൂ മൈനസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, 77 കുറക്കുമ്പോൾ 63, 56 അങ്ങനെ 7 എന്ത് ചെയ്യാണ്, ജസ്റ്റ് കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലാണ് പിന്നെ പാറ്റേൺ. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, സെൻട്രലിൽ എന്ത് ചെയ്യാണ്, 2 ലൈനിലും 4 കോളങ്ങളിലും ആണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കണ്ടോ, 21, 24, 27, 30. ഓക്കെ, അവിടെ 4 നമ്പേഴ്സാണ് അവിടെ പ്രിൻ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ താഴത്തെ ലൈനിലും. അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് പാറ്റേൺ പ്രിൻറ്റ് ചെയ്യുക, ഈ ഒരു മോഡലിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അത് ഞാൻ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്ത ഈ ഒരു വീഡിയോ കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, നമ്മുടെ പാർട്ട് 8 എന്ന് പറയുന്നൊരു വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹവർ ഗ്ലാസ് പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഹവർ ഗ്ലാസ്സിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്പേസ് നോക്കൂ, ആ സ്പേസ് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു സെയിം ഇക്വേഷനും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം 3 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് വേരിയബിൾസ് ഒക്കെ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ കോഡിൽ എന്ത് ചെയ്യുക, സ്മോൾ ലെറ്ററിൽ കൊടുക്കാം, ഓക്കെ, നമ്പർ എന്ന് പറയുന്നൊരു വേരിയബിൾ തന്നെ കൊടുക്കാം. നമ്പർ എന്ന് പറയുന്നൊരു വേരിയബിളിൽ 3 എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3ൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ, ഓക്കെ, ഇതിന് സ്റ്റാർട്ട് എന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 70 എന്ന് പറയുന്ന ഒരു വാല്യൂയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് 3 മുതൽ 30 വരെ, പിന്നെ 70ൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്ത് പിന്നെ വേറൊരു വേരിയബിൾ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം നമുക്ക്. 4 എന്ന് പറയുന്നത് അത് ഞാൻ 4 ആയിട്ട് കൊടുക്കണം. ഓക്കെ, കാരണം ആദ്യത്തെ 4 വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിങ്ങനെ ഇൻക്രിമെൻ്റ് ആയി വന്നിട്ടുള്ളത്. പിന്നെ അവിടെ നിങ്ങളുടെ തിരിച്ചുള്ള 4 നമുക്ക് വേറെ സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ന് പറയുന്നൊരു വാല്യൂ ഞാൻ 4 ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഒരു മെയിൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഇവിടെ അതിന് തൊട്ടുമ്പായിട്ട് വേണമെങ്കിൽ 2 വേരിയബിൾസ് i എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഞാൻ j എന്ന് പറയുന്നൊരു വേരിയബിൾ, 2 ഫോർ ലൂപ്പ് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അത് രണ്ടും ഇവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് iൻ്റെ വാല്യൂ എവിടുന്നാണ്, 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. i ലെസ് ദാൻ ഏത് വരെയാണ്, നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ വരെ മതി 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് 8 ലൈൻ ഉണ്ട്. കാരണം ആദ്യത്തെ പകുതി എന്ന് പറയുന്നത് 4ഉം അതിൻ്റെ തൊട്ട് താഴെയുള്ളത് പിന്നെ ഒരു 4ഉം. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് 8 വേണം, 8 ലൈനിലായിട്ട് പ്രിൻറ്റ് ചെയ്യിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി n ഉണ്ട്. അപ്പോൾ 2 × n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയായി, 8 ആയി കിട്ടി. ഓക്കെ, അപ്പോൾ അത് റീയൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ വാല്യൂ ++ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്താണ് നമുക്ക് വേണ്ടത്, നെക്സ്റ്റ് വേറൊരു കാര്യം ഇവിടെ ചെയ്യാനുള്ളത്, ഞാൻ കോളങ്ങൾ എത്ര കോളത്തിലായിട്ട് പ്രിൻറ്റ് ചെയ്യിക്കാൻ, ആദ്യം നമുക്ക് ഒറ്റ കോളത്തിൽ പ്രിൻറ്റ് ചെയ്താൽ മതി. അതായത് ഇവിടെ നോക്കൂ, ജസ്റ്റ് 1, അതായത് 3ൽ മാത്രം ഒറ്റ സംഖ്യ നമുക്ക് പ്രിൻറ്റ് ചെയ്യിക്കാം. പിന്നെ നമുക്ക് 2 പ്രിൻറ്റ് ചെയ്യിക്കണം, 6, 9. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ നമുക്ക് എന്ത് ചെയ്യണം, i 0ൽ നിന്ന് തുടങ്ങുന്ന കാരണം 0 മുതൽ ഇതുവരെ എത്രയാണ് പറയാം, ലെസ് ദാൻ 4 വരെ എന്ന് പറയാം. ഓക്കെ, ലെസ് ദാൻ 4 വരെ എന്ത് ചെയ്യണം, നമുക്ക് iൻ്റെ വാല്യൂവിനോട് കൂടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. i+1 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിങ്ങനെ ഇൻക്രിമെൻ്റ് ആയി പ്രിൻ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കാം. അതല്ലാത്ത കേസിലോ, എൽസ് കേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഓൾറെഡി എന്തായിട്ടുണ്ട്, iൻ്റെ വാല്യൂ 4 ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇക്വേഷന് ഇവിടെ ജസ്റ്റ് കൊടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇൻ്റെ കോൾ എന്ന് പറയുന്നൊരു വേരിയബിൾ കൊടുക്കാം. ഓക്കെ, എത്ര കോളത്തിലും പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ നിങ്ങളോട് തൊട്ട് മുമ്പ് പറഞ്ഞ് അവിടെ പാർട്ട് 8 എന്ന് പറയുന്നൊരു വീഡിയോയിൽ ഞാൻ ഈ ഒരു സംഭവം തന്നെ സെയിം കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ i ലെസ് ദാൻ 4 വരെ ആണെങ്കിൽ, ഓക്കെ, ഇവിടെ ഈ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്, ഇതാണ് ഇഫ് കണ്ടീഷൻ ആണ്. ഓക്കെ, ഇതുവരെ ആണെങ്കിൽ i+1 പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ, അതായത് ഫസ്റ്റിൽ 1 പ്രിൻറ്റ് ചെയ്യിക്കാം. അതായത്
ഒറ്റ സംഖ്യ പ്രിൻ്റ് ചെയ്യിക്കാം, പിന്നെ 2 സംഖ്യ പ്രിൻ്റ് ചെയ്യിക്കാം, ആ ഒരു രീതിയിൽ. ഓക്കെ, പിന്നെ ഞാൻ എന്താ കൊടുക്കുന്നത്, ഒരു കോളം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, എൽസ് എന്നാണ്. ടെർണറി ഓപ്പറേറ്റർ ആണ് എൽസ്. ഓക്കെ, അതല്ലെങ്കിൽ ലെസ് ദാൻ 4 അല്ലെങ്കിൽ, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള സംഖ്യയൊക്കെ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഇതിൻ്റെ എൽസ് കണ്ടീഷൻ എന്ത് ചെയ്യണം, റൺ ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്, n ഇൻറ്റു n ഇൻറ്റു 2 മൈനസ് i എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര വരിക, 8 വരിക. കാരണം n എന്ന് പറയുന്നത് 4 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8 കിട്ടും. 8 മൈനസ് i. ഓക്കെ, അതായത് ഈ എൽസ് കണ്ടീഷനിലോട്ട് തന്നെ എപ്പോഴാണ് വരിക, i ലെസ് ദാൻ 4 അല്ലാത്ത ടൈമിൽ. ഓക്കെ, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആകുമ്പോൾ. അപ്പോൾ 4 എന്ന് പറയുന്ന സംഖ്യ വരും. കാരണം 0യിൽ നിന്ന് 4 വരെ, 0യിൽ നിന്ന് 3 വരെ എന്ത് ചെയ്യും, i ലെസ് ദാൻ 4ൽ ഉൾപ്പെടും. 4 മുതൽ ബാക്കിയുള്ളത് എന്താണ്, അതിൽ കൂടുതലുള്ളതാണ്. അപ്പോൾ എൽസ് കണ്ടീഷനിലാണ് വരിക. അപ്പോൾ ഈ ഒരു കേസിൽ എൽസ് കണ്ടീഷനിൽ ഫസ്റ്റ് വരുന്ന അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 4 ആയിരിക്കും. അപ്പോൾ n ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. 8ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 4. അപ്പോൾ 4 എണ്ണം നമുക്ക് പിന്നെ വരുന്ന ലൈനിൽ എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്യാം. ഈ ഒരു ഫോർ ലൂപ്പാണ് നമ്മൾ എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെ എന്ന് പറയുന്ന ഫോർ ലൂപ്പ് നമ്മൾ ഓൾറെഡി ജെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ജെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, ജെ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജെ ലെസ് ദാൻ ഏത് വരെയാണ്, ജെ ലെസ് ദാൻ അല്ല, ഓക്കെ ലെസ് ദാൻ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കണം. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരെ, കോൾ വരെ. ഓക്കെ, കോളിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇഫ് എൽസ് കണ്ടീഷൻ. വേണമെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഇത് റൺ ചെയ്തതിന് ശേഷം ഞാൻ ഇഫ് എൽസ് തന്നെ ഇട്ടിട്ട് കാണിച്ചു തരാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ കോൾ എന്ന് പറയുന്നൊരു ഇവിടെ കൊടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ജെൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയുള്ളതാണ്, ഇപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ, ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് പ്രിൻ്റ് ആവുക. അതായത് ഇത്ര നമ്പേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യം 3 ഇങ്ങനെ 4 വരെ പ്രിൻ്റ് ആവും. അതായത് 4 എണ്ണം വരെ ഉള്ളത്, ഫസ്റ്റ് 1, പിന്നെ 2 എണ്ണം, പിന്നെ 3 എണ്ണം, പിന്നെ 4 എണ്ണം. ഈ ഒരു രീതിയിൽ പ്രിൻ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ 4, പിന്നെ 3, പിന്നെ 2, 1. ഈ ഒരു രീതിയിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഈ ഒരു ലൂപ്പിനെ യൂസ് ചെയ്തത്. ഇനി അതിൻ്റെ അകത്ത് എന്ത് പ്രിൻ്റ് ചെയ്യിക്കണം എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇഫ് കണ്ടീഷനിൽ കൊടുക്കുകയാണ്, എന്ത് കൊടുക്കുക, i ലെസ് ദാൻ 4 വരെ ആണെങ്കിൽ എന്ത് കൊടുക്കും, ഇഫ് കണ്ടീഷനിൽ ഞാനിവിടെ ചെക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻ്റ് എഫിൽ നമുക്ക് കൊടുക്കാം. എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്, ഓക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അവിടെ. ഓക്കെ, %d എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നമ്പറാണ് നമ്മൾ പ്രിൻ്റ് ആക്കുന്നത്. ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്തിട്ട് കോമ ഇട്ടിട്ട് നം എന്ന് പറയുന്ന വേരിയബിൾ ആദ്യം പ്രിൻ്റ് ചെയ്യിക്കുക. ആദ്യം നമുക്ക് 3 പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കരുതും എല്ലാ ലൈനിലും 3 പ്രിൻ്റ് ആവുകയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 3 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നം എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല വാല്യൂവിനെ എന്ത് ചെയ്യും, നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ കൊടുക്കേണ്ടത്, നം എന്ന് പറഞ്ഞിട്ട് പ്ലസ് അസൈൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്പറിൻ്റെ കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ, എന്താ കൂട്ടുന്നത്, 3 കൂട്ടി പോവാണ്. ഇങ്ങനെ പറയുന്ന ഈ ഒരു ലൈന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും കൂടി എഴുതാമെന്നറിയോ. ഓക്കെ, നമ്പർ അസൈൻ നം പ്ലസ് 3 എന്ന്. ഓക്കെ, ഈ ഒരു രീതിയിൽ എഴുതുന്നതിന് പകരമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, തൊട്ട് മുമ്പത്തെ ലൈനിൽ n പ്ലസ് അസൈൻ 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നം പ്ലസ് അസൈൻ 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പഠിക്കാം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഇപ്പോൾ നമ്മൾ 3 ഇൻക്രിമെൻ്റ് ആയിട്ട് അപ്പോൾ നമ്പറിൻ്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ i ലെസ് ദാൻ 4 വരെ. എൽസ് കണ്ടീഷനിൽ നമുക്ക് എന്താ പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്, ഓക്കെ പിന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാനുള്ളതാണ് പ്രിൻ്റ് എഫിൽ കൊടുക്കാം. സ്റ്റാർട്ട് എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മൾ എത്തില്ല. ഓക്കെ, %d എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതുപോലെ ജസ്റ്റ് സ്പേസ് കോമ ഇട്ടിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, 70 ആണ് ഫസ്റ്റ് നമുക്ക് പ്രിൻ്റ് ആവുക. 70 പ്രിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. പക്ഷേ സ്റ്റാർട്ട് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു, മൈനസ് അസൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ, സ്റ്റാർട്ട് -7 എന്ന് പറയുന്ന രീതിയിലായിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ഇട്ടിട്ട് കോളം കൊടുക്കുക. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി, നമ്മുടെ ലോജിക്കായി. ഇനി എന്തുകൂടി നമുക്ക് ചെയ്യാണ്ട്, നമ്മുടെ ഇന്നർ ഫോർ ലൂപ്പ് കഴിഞ്ഞാൽ പ്രിൻ്റ് എഫിൽ /n എന്ന് കൊടുക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് ലൈനിലായിട്ട് പ്രിൻ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പലതിലും മറക്കാറുള്ളൊരു സംഭവമാണ് /n. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ 3, 6, 9, 12, 15, 18, 21, 24, 27, 30 വരെ പ്രിൻ്റ് ആയിട്ടുണ്ട്. പിന്നെ കണ്ടോ 70ൽ നിന്ന് സ്റ്റാർട്ടായി 63, 56, 49 കണ്ടോ 7 വരെ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇത്. ഇത് മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക, മുകളിലത്തെ ഇഫ് കണ്ടീഷനോ എന്തെങ്കിലും മനസ്സിലാവാത്തവർ വേണമെങ്കിൽ നമ്മുടെ 8ാമത്തെ വീഡിയോ ഉണ്ട്, പാർട്ട് 8 ഒന്ന് കണ്ടു കഴിഞ്ഞാൽ
അതിൽ ഞാൻ സിമ്പിളായിട്ട് ആ ടെർണറി ഓപ്പറേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എന്ത് ചെയ്യാം, ജസ്റ്റ് ലൈന് കമൻറ്റ് ചെയ്തിട്ട് ഇത് ഇഫ് കണ്ടീഷൻ ഇഫ് എൽസ് വെച്ചിട്ട് നോർമലി എങ്ങനെ എഴുതാമെന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇൻറ്റ് കോൾ എന്ന് പറയും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് ക്ലിയർ ചെയ്യാം, എന്നിട്ട് റൺ ചെയ്യാം. ഇൻറ്റ് കോൾ എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്ത്, എന്നിട്ട് ഇഫ് കണ്ടീഷനിൽ മുകളിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ കൊടുക്കുക. i<4 എന്നല്ലേ നമ്മൾ മുകളിൽ കൊടുത്തത്, അത് അതുപോലെ തന്നെ കൊടുത്ത്, എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്, അതിൻ്റെ ആവശ്യമില്ല ശരിക്ക്, വേണമെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് കോൾ എന്ന് പറയുന്നതിൽ വാല്യൂവിനെയാണ് മാറ്റി കൊടുക്കണം നമ്മൾ. ഓക്കെ, കോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, അസൈൻ i+1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്നു. എൽസ് കണ്ടീഷനിൽ ഓക്കെ, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാം, കേർലി ബ്രാക്കറ്റ് ഇല്ലാതെ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, കോൾ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അസൈൻ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുക, n*2 മൈനസ് i എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ മുകളിൽ കൊടുത്ത്, അപ്പോൾ അതുപോലെ തന്നെ കൊടുക്കുക, എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പോഴും സെയിം ഔട്ട്പുട്ട് തന്നെയല്ലേ കിട്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വേ, ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ കോഡ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും എന്തിൻ്റെ ആവശ്യമില്ല, കോഡ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഇത് സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഞാൻ ഇത് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ള പാറ്റേൺസ് പ്രിൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കോഡും കാര്യങ്ങളൊന്നും കണ്ടില്ല. പിന്നെ എന്ത് ചെയ്യുക, പക്ഷേ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്താണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ വേറെ രീതിയിൽ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന് വേറെ ഏതെങ്കിലും രീതിയിൽ ലോജിക്കും കാര്യങ്ങളും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കോഡൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പുതിയ പാറ്റേൺസും കാര്യങ്ങളോ അല്ലെങ്കിൽ അരയുടെയോ ഏതെങ്കിലും ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.